ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ജോൾസി മമ്മി വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ്. ജോൾസി മമ്മി സ്പെഷ്യൽ. പിന്നെ ജോൾസി മമ്മി ഇത്തിരി സുന്ദരിയൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ടല്ലേ എന്ന് വന്നേക്കണേ. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ ഇസ് എ സ്പെഷ്യൽ ഡേ. ഇഷ്ടമായോ നിങ്ങൾക്ക്? വായോ, ജോൾസി മമ്മിയുടെ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണണ്ടേ? വാ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ജോൾസി മമ്മി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കണതേ ദേ ഈ കുക്കറിലാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പുഴുങ്ങിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മസാലകൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം, അവിടെ എഴുതിയും കാണിക്കാം. ഓക്കെ. മസാല പുരട്ടി വെച്ച ചിക്കൻ ഞാൻ കുക്കറിലേക്ക് ഇട്ടു. ഞാൻ കുക്കറിലേക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു. ഇതാ കുക്കറിൻ്റെ അടപ്പൊക്കെ അടച്ച് ഇനി ചിക്കൻ വേവാനായിട്ട് വെച്ചു. ഒരു 2 വിസിൽ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതെ കുക്കർ തുറന്നു. ഇനി ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം. കണ്ട മക്കളെ, നമുക്കിത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഹായ്, നല്ല സൂപ്പർ സ്മെല്ല്. ഇനി നമുക്കേ ഈ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വയ്ക്കാം. ചോറുണ്ടാക്കുമ്പോൾ അതിലൊഴിക്കേ ജോൾസി മമ്മി ചോറ് വയ്ക്കാൻ പോവാണ്. അതിന് ചിക്കൻ വേവിച്ച അതേ കുക്കർ തന്നെ അത് മാറ്റിയിട്ട് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ജോൾസി മമ്മി ഒഴിക്കുന്നത് കുറച്ച് ഓയിലാണ്. നിങ്ങൾക്ക് ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ നെയ്യോ അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ബട്ടറും നെയ്യൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല. ചൂടായ എണ്ണയിലേക്ക് കുരുമുളക് ഇട്ടു. കുരുമുളക് നന്നായി പൊട്ടി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള പെട്ടെന്ന് മൂത്ത് വരാനായിട്ടേ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇത് 3 കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതേ ഒരു സ്പെഷ്യൽ മസാലയാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ബിരിയാണിയുടെ. ഇതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ. ഇത് കുറച്ച് ഗരം മസാല കേട്ടോ, വീട്ടിൽ പൊടിച്ചതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുത്തു. ഇനി ഈ ടൊമാറ്റോ പ്യൂരി ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് വേവട്ടെ. കഴുകി കുതിർത്തി വെച്ച 2 ഗ്ലാസ് ഇന്ത്യ ഗേറ്റ് അരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മസാലയിൽ നിന്ന് നന്നായിട്ട് എണ്ണ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് ഈ മസാലയും അരിയും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യും. ഇനി ഒന്ന് മണത്ത് നോക്കിയേ. ഈ 2 ഗ്ലാസ് അരിയിലേക്ക് ചിക്കൻ സ്റ്റോക്ക് അടക്കം 4 ഗ്ലാസ് വെള്ളം ചേർത്തു. ഈ ചോറ് വേവുമ്പോഴേക്കേ ജോൾസി മമ്മി പുഴുങ്ങി വെച്ചാൽ ചിക്കൻ ഒന്ന് വറുത്തെടുക്കട്ടെ. കുക്കർ തുറക്കാൻ സമയമായിട്ടാണ്, നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഈ വറുത്ത് വെച്ച ചിക്കനെ ചോറിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ദേ ജോൾസി മമ്മിയുടെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തുട്ട കളറ്, എന്തുട്ട മണം ചോറിൻ്റെ. ഹലോ, അപ്പോൾ ദേ ജോൾസി മമ്മി സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തുട്ട കളറ് നോക്കിയേ, കണ്ടാ നല്ല ബെസ്റ്റ് കളറ്. റൈസ് ഇത് നല്ല വേവൊക്കെ പാകം. ചിക്കൻ്റെ വറുത്തിട്ടേക്കണ്. സ്മെല്ലാണെങ്കിൽ പറയും വേണ്ട, വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. വാ, എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞില്ലല്ലോ. ഇതാണ് മിൻറ്റ് റൈത്ത. ഇതിൻ്റെ
ചേരുവകൾ വേണമെങ്കിൽ പറയണം, കമൻറ്റ് ബോക്സിൽ ഇടണം, അപ്പം ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.